Hi dear students, today we are going to discuss about multi-agency rural credit structure. അതായത് ക്രെഡിറ്റ് സിസ്റ്റം ഇൻ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയാസിൽ എങ്ങനെയൊക്കെയാണ് ക്രെഡിറ്റ് ലോണുകൾ അനുവദിക്കുന്നത്, എസ്പെഷ്യലി ഫോർ ഫാമേഴ്സ്. അതായത് കർഷകർക്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് ലോണുകൾ അനുവദിക്കുന്നത് എന്നുള്ള അതിനു വേണ്ടിയിട്ട് എത്ര തരം ഏജൻസികൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത് നബാർഡാണ്. നബാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്. നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ അഗ്രികൾച്ചറൽ ബാങ്ക് ഫോർ റൂറൽ ഡെവലപ്മെന്റ് അല്ലെ, അതാണ് നബാർഡ്. നബാർഡ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നബാർഡ് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1982 1982 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബാങ്കാണ് അല്ലെ. പ്രത്യേകിച്ച് കാർഷിക മേഖലകളിൽ കുറഞ്ഞ വായ്പ അനുവദിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു ബാങ്കാണ്. പിന്നെ അത് മാത്രമല്ല, ഇറ്റ് ഈസ് ദ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ച് ഉന്നതിയിൽ നിൽക്കുന്ന ബാങ്കാണ്, എസ്പെഷ്യലി ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവോൾവിങ് ഇൻ റൂറൽ ക്രെഡിറ്റ് അല്ലെ. ഗ്രാമീണ മേഖലകളിൽ ലോൺ അനുവദിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് നബാർഡ് അല്ലെ. നബാർഡിന്റെ പേര് തന്നെ അങ്ങനെയാണ്, നാഷണൽ ബാങ്ക് ഫോർ റൂറൽ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ഗ്രാമീണ വികസനത്തിനും വേണ്ടി നിലനിൽക്കുന്ന വേണ്ടി കുടികൊള്ളുന്ന ഒരു ബാങ്കാണ് എന്ത് പറയുന്നത്, നബാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ നബാർഡ് തന്നെയാണ് ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടിയിട്ട് റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഉന്നതിയിൽ നിൽക്കുന്ന ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നത് നബാർഡ് തന്നെയാണ്. സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ് അല്ലെ. കൊമേഴ്സ്യൽ ബാങ്ക്സിനെ കുറിച്ചിട്ട് നമുക്കറിയാം എന്താണ്. കൊമേഴ്സ്യൽ ബാങ്ക്സ് എങ്ങനെയാണ് റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. After the nationalization of the commercial banks in 1969 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു എന്നാണ് പറയുന്നത്. ഈ 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചതോട് കൂടിയിട്ട് കുറേ മാറ്റങ്ങൾ ഇന്ത്യൻ ഇക്കണോമിയിൽ സംഭവിക്കുകയാണ്. അതായത് ഒരുപാട് ബാങ്കുകളുടെ ബ്രാഞ്ചസുകൾ വർദ്ധിക്കാൻ തുടങ്ങി, ഗണ്യമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ആ വർധനവ് കൂടുതൽ ഗ്രാമീണ മേഖലകളിലും റൂറൽ ഏരിയാസിലും ഉണ്ടാകുന്നതിന് ഇത് സഹായിച്ചു എന്നാണ് പറയുന്നത്. റൂറൽ ഏരിയാസിൽ കൂടുതൽ ബാങ്കിൻ്റെ ബ്രാഞ്ചസ് വരുന്നതിന് ഇത് ഹെൽപ്ഫുള്ളായി. നാഷണലൈസേഷൻ ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ദേശസാൽക്കരണം കൂടുതൽ ബ്രാഞ്ചസ് റൂറൽ ഏരിയാസിൽ വരുന്നതിനും റൂറൽ മേഖലകൾക്ക് വായ്പ നൽകുന്നതിനൊക്കെ സഹായകമായി എന്നാണ് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെ, ഗ്രാമീണ മേഖലകളിൽ ലോൺ അനുവദിക്കുന്നതിനുള്ള രണ്ടാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഏതാണ്? ഒന്നാമത്തെ ഏതായിരുന്നു? ഒന്നാമത്തത് നബാർഡ് ആയിരുന്നു അല്ലെ. രണ്ടാമത്തത് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. മൂന്നാമത്തത് RRBs. RRBs എന്ന് പറയുമ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക്സ് അല്ലെ. RRBs അല്ലെ. RRBs ഏതൊക്കെയാണ്? RRBs റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ് RRBs. അതായത് 1975 20 പ്രോഗ്രാംസ് അല്ലെ, 20 പോയിന്റ് പ്രോഗ്രാംസ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമാണ് 20 പോയിന്റ് പ്രോഗ്രാംസിൽ. അപ്പൊ ആ പ്രോഗ്രാംസിലാണ് ടു പ്രൊവൈഡ് ബെറ്റർ ഫിനാൻസ് ഫോർ അഗ്രികൾച്ചറൽ അതുപോലെ തന്നെ റൂറൽ മേഖലകളിൽ ബെറ്റർ ഫിനാൻസ്, കുറഞ്ഞ പലിശയ്ക്ക് വായ്പ അനുവദിക്കണം എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് വന്നിട്ടുള്ള ബാങ്ക് തന്നെയാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. എന്നാൽ ആദ്യം അത്ര കണ്ട് ഇതിൻ്റെ കൂടുതൽ ബാങ്കുകൾ ഉണ്ടായിരുന്നില്ല, കുറച്ച് ബാങ്കുകൾ മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈസി കണ്ടീഷൻസ്, സ്മോൾ മീഡിയം അല്ലേ, സ്മോൾ ആയിട്ടുള്ള ഫാമേഴ്സിന്, മീഡിയം ഫാമേഴ്സ്, ക്രാഫ്റ്റ്സ്മാൻക്ക്, കരകൗശല വിദഗ്ധർക്ക്, ഇവർക്കൊക്കെയാണ് ലോണുകൾ അനുവദിച്ചിരുന്നത്. അപ്പോൾ ഈ ലോണുകൾ എങ്ങനെയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക്
കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ബാങ്കുകളാണ്. അപ്പം കേരളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 ബാങ്കുകളാണ് സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് എന്ന് പറയുന്നത് അല്ലേ. കാനറ ബാങ്ക് സ്പോൺസേഡ് ചെയ്തിട്ടില്ല, സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് സ്പോൺസേഡ് ബൈ കാനറ ബാങ്ക്. കാനറ ബാങ്കിന്റെ കീഴിലുള്ള സൗത്ത് മലബാർ ബാങ്കും, എന്നാൽ സിൻഡിക്കേറ്റ് ബാങ്കിന്റെ കീഴിലുള്ള നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കും. അപ്പോൾ നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്ക് എവിടെയാണ്? നമ്മളെ സിൻഡിക്കേറ്റ് ബാങ്കിന്റെ കീഴിലുള്ളതാണ്. ഈ 2 ബാങ്കുകളാണ് പ്രധാനമായിട്ട് കേരളത്തിലുണ്ടായിരുന്ന 2 ഗ്രാമീണ ബാങ്കുകൾക്ക് ഉദാഹരണം. ഇന്ന് എല്ലാം ഒരൊറ്റ പേരിലാണ് അറിയപ്പെടുന്നത്, ഗ്രാമീണ ബാങ്കുകൾ. കേരള ഗ്രാമീൺ ബാങ്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ന് സൗത്ത് മലബാർ ഗ്രാമീണ ബാങ്കോ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഓൾ ആർ റീനെയിംഡ് ആസ് ദി എന്താണ് ഗ്രാമീണ ബാങ്ക്, കേരള ഗ്രാമീണ ബാങ്ക് എന്ന പേരിലാണ് ഈ ബാങ്കുകളെല്ലാം തന്നെ ഇപ്പോൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഈ ഗ്രാമീണ ബാങ്കുകളുടെ പ്രത്യേകത. പിന്നെ റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 4ാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ സൊസൈറ്റികൾ അല്ലേ, സൊസൈറ്റീസ്. അതായത് ദിസ് സൊസൈറ്റീസ് പ്രൊവൈഡ് ഷോർട്ട് ടേം ലോൺസ് ഫോർ ദി പീപ്പിൾ അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കുറഞ്ഞ പലിശയ്ക്ക് കുറഞ്ഞ സമയത്തേക്ക് ലോൺ അനുവദിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് എന്ത് പറയുന്നത്? എസ്പെഷ്യലി പുവർ പെർസൺസിന്, പാവപ്പെട്ട കർഷകർക്ക്, അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് കുറഞ്ഞ സമയത്തേക്ക് ഷോർട്ട് ടേം പീരീഡിൽ ലോൺ അനുവദിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏതൊക്കെയാ? കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് സഹകരണ സംഘങ്ങളെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. ഇതുപോലെ തന്നെ കാർഷിക മേഖലകളിൽ ലോങ് ടേമിലേക്ക്, ദീർഘകാലത്തേക്ക് ലോൺ അനുവദിക്കുന്ന ബാങ്കുകളാണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് വി നോ ദാറ്റ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൂവികസന ബാങ്കുകൾ. ഇറ്റ് പ്രൊവൈഡ്സ് ലോങ് ടേം ലോൺസ് ടു കാറ്റർ റൂറൽ പീപ്പിൾ ഫോർ ലോങ് ടേം. അതായത് റൂറൽ ഏരിയാസിലെ ജനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് ലോൺ അനുവദിക്കുന്ന ബാങ്കുകളാണ് എന്ത് പറയുക? ലാൻഡ് ഡെവലപ്മെന്റ്, ഭൂവികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസ്പെഷ്യലി മെയ്ഡ് ഫോർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എയിംഡ് ഫോർ ടു പർച്ചേസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ അസറ്റുകൾ വാങ്ങാൻ. അഗ്രികൾച്ചറൽ അസറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഷീൻസ് വേണം അല്ലേ, ട്രാക്ടർ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ടൂൾസുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ, ഇങ്ങനെയുള്ള ഹ്യൂജ് മെഷീൻസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് വൻ തുക ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോൺ അനുവദിക്കുന്ന ബാങ്കുകളാണ് ലാൻഡ് അല്ലെങ്കിൽ ഭൂവികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പർച്ചേസ് ദി ലാൻഡ്, ഭൂമി വാങ്ങിക്കുന്നതിന്, ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നതിന്, ഇതിനൊക്കെ വേണ്ടി ലോൺ അനുവദിക്കുന്ന ബാങ്കുകളാണ് ഭൂവികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇതും എന്താണ്? റൂറൽ ഏരിയാസിൽ ക്രെഡിറ്റ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കണ്ടു? നബാർഡ് അല്ലേ, ഗ്രാമീണ മേഖലയിലേക്ക് ക്രെഡിറ്റ് ലോൺ അനുവദിക്കുന്ന ബാങ്കാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് നമുക്കറിയാം കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നാഷണലൈസ് ചെയ്തതിന് ശേഷം ഒരുപാട് ബ്രാഞ്ചസ് എവിടെ വന്നു? ഗ്രാമീണ മേഖലകളിൽ വന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരമായി അല്ലേ. നമുക്കറിയാം മണി ലെൻഡേഴ്സിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതിന് ഇത് സഹായകമായി എന്നാണ് പറയുന്നത്. കാരണം കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ മറ്റൊരു ലക്ഷ്യം ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ വരികയാണ്. അതായത് കാർഷിക മേഖലകളിലേക്ക് വായ്പ അനുവദിക്കുമ്പോൾ കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കണം എന്നുള്ള ആ ഒരു നിയമം വന്നതോടുകൂടി കുറേ ആളുകൾക്ക്, കുറേ കർഷകർക്ക് ഇത് ഹെൽപ്ഫുള്ളായി എന്നാണ് പറയുന്നത്. ദെൻ RRBs, റീജിയണൽ റൂറൽ ബാങ്ക്സ്, കുറഞ്ഞ പലിശയ്ക്കാണ് അവർ എന്ത് പറയുക ലോണുകൾ അനുവദിക്കുന്നത്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോർട്ട് ടേമിലേക്കാണ്, എന്നാൽ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ലോങ് ടേമിലേക്കാണ് ലോണുകൾ അനുവദിക്കുന്നത്. മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് SHS എന്ന് പറയുന്നത്, അതായത് സോഷ്യൽ ഹെൽപ്പ് ഗ്രൂപ്പ്സ്.
അല്ലേ? സോഷ്യൽ ഹെൽപ്പ് ഗ്രൂപ്പ്സ് എങ്ങനെയാണത്? സോഷ്യൽ ഹെൽപ്പ് ഗ്രൂപ്പ്സ് SHGs എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അബൌട്ട് 10 to 25 അല്ലേ? ഒരു 10 മുതൽ ഒരു 25 വരെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട്, എസ്പെഷ്യലി ഫോർ വിമൻ ആണ്, സ്ത്രീകളാണ് ഒട്ടുമിക്ക SHGയിലും അംഗങ്ങളായിരിക്കുക. അങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് അവർ എന്താ പറയുക, നിശ്ചിത എമൗണ്ട് ഇതിലേക്ക് അടക്കും, ആ ഒരു ഗ്രൂപ്പിലേക്ക് അടക്കുകയും പിന്നെ അതിൽ നിന്ന് തന്നെ അതൊരു നിക്ഷേപം പോലെ അവരെല്ലാവരും കൂടിയിട്ട് ആഴ്ചയിലോ മാസത്തിലും ഇങ്ങനെ ആഴ്ചയിലായിട്ട് ഇങ്ങനെ അടവുകൾ ചെല്ലും. അങ്ങനെ ഈ അടവുകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇവർക്ക് ലോൺ എടുക്കാം, കുറഞ്ഞ പലിശയെ ഉണ്ടാകുള്ളൂ. അങ്ങനെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഇവിടെയുള്ള ഇസാഫ് പോലെയുള്ള സംരംഭങ്ങൾ ഇതിനുള്ള, അതായത് SHGക്ക് സോഷ്യൽ ഹെൽപ്പ് ഗ്രൂപ്പ്സിന് എക്സാമ്പിളാണ് ഇസാഫിൽ നിന്ന് പൈസ എടുത്തു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഇസാഫിൽ നിന്ന് പൈസ എടുക്കുക എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം അഗ്രികൾച്ചറൽ മേഖലയിൽ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലകളിൽ അവർക്ക് പണമെടുക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടി ആണ് ഈ ഇസാഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് കുടുംബശ്രീ അല്ലേ? അത് വിമൻ എംപവർമെൻറ്റിനെയും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഈ സംരംഭമാണ് എന്ത് പറയുന്നത്, കുടുംബശ്രീയിൽ ഇങ്ങനെ തന്നെയാണ്. കുറച്ചൊക്കെ സ്ത്രീകളൊക്കെ കൂടിയിട്ട് അവർ ഒരു ഗ്രൂപ്പായിട്ട് അല്ലേ കൂടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, പൈസ ഒക്കെ ഈ കുടുംബശ്രീയിൽ അടക്കുകയും അല്ലെ കാർഡൊക്കെ ഉണ്ടാകും അതിലടക്കുകയും അവർക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അവരതിൽ നിന്ന് എന്ത് ചെയ്യുക, ലോൺ എടുക്കുകയും അല്ല എങ്കിൽ അവരത് എമൗണ്ട് ഒക്കെ കഴിഞ്ഞ് അവസാനം വിഡ്രോ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെയൊന്ന് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു മേക്ക് അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എസ്പെഷ്യലി സേവിങ് ഹാബിറ്റ്സ്, ടു എൻകറേജ് സേവിങ് ഹാബിറ്റ്സ് എമംഗ് ദി പീപ്പിൾ അല്ലേ? റൂറൽ ഏരിയാസിലെ ജനങ്ങൾക്കിടയിൽ ഒരു സേവിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കുക അല്ലേ, ഒരു സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടും പിന്നെ അത് മാത്രമല്ല അവർക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോണുകൾ കിട്ടാൻ, അതുപോലെ തന്നെ അവരുടെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെച്ചപ്പെടുത്താൻ അല്ലേ, അവർക്കും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവഴിക്കാനുള്ള ആ ഒരു ത്രിഫ്റ്റ് അല്ലേ കൂട്ടുന്നതിനൊക്കെ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭമാണ് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ ഹെൽപ്പ് ഗ്രൂപ്പ്സ്. അപ്പോൾ ദീസ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് റൂറൽ ക്രെഡിറ്റ് ഫോർ ദി പീപ്പിൾ ലിവിങ് ഇൻ റൂറൽ ഏരിയാസ്. ഇവിടെ ഗ്രാമീണ മേഖലകളിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ക്രെഡിറ്റ് അനുവദിക്കുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത് പറഞ്ഞതൊക്കെ. ഏതൊക്കെയായിരുന്നു? നബാർഡ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, പിന്നെ ഏതാ പറഞ്ഞത്? നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ദെൻ ലാസ്റ്റ് വൺ ആയിട്ട് നമ്മൾ പറഞ്ഞ സോഷ്യൽ ഹെൽപ്പ് ഗ്രൂപ്പ്സ്. ദീസ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊക്കെയാണ് അഗ്രികൾച്ചറൽ മേഖലയിൽ ലോണ് അനുവദിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ക്ലിയർ ആയില്ലേ? ഇനി നമുക്കറിയുന്ന ഒന്നാണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമീണ ബാങ്കുകളിൽ, അതായത് കാർഷിക മേഖലയിലെ വികസനം എന്തായിരുന്നു, അല്ലെങ്കിൽ കാർഷിക വികസനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അഗ്രികൾച്ചർ വിപണനം, കാർഷിക വിപണനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ കാർഷിക വിപണനം എങ്ങനെ മെച്ചപ്പെടുത്തണം എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ അഗ്രികൾച്ചറൽ മാർക്കറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Agricultural market system എന്ന് പറയുമ്പോൾ നമുക്കറിയാം, as we know that in supermarket we can see so many varieties of products from different parts of the country അല്ലേ? ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രോഡക്ട്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു if we go to a supermarket we can see the Kashmir apple and also കർണാടകയിലെ മുന്തിരി, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണാം അല്ലേ? ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്ട്സും ഒരുപോലെയാണോ? അല്ല, എല്ലാ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കോളിഫ്ലവർ, ക്യാബേജ് ഇതൊക്കെ കാണാൻ സാധിക്കും. കാശ്മീർ, സിംല അല്ലേ, ഇവിടെയുള്ളൊക്കെ ആപ്പിളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ മാർക്കറ്റിലേക്ക് എത്തിയത് എന്നുള്ളത്, അതാണ് നമ്മൾ അഗ്രികൾച്ചറൽ മാർക്കറ്റ് സിസ്റ്റം എന്നുള്ളതിലൂടെ പഠിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചറൽ മാർക്കറ്റ് സിസ്റ്റം എന്താണ്? Agricultural marketing is a process, അതൊരു പ്രക്രിയയാണ്. That include procuring, storing, processing, packaging, then also grading, transportation and distribution of the agricultural commodities from field to the consumer അല്ലേ? എന്താണ് അഗ്രികൾച്ചറൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയാണ്. അതിൽ എന്തൊക്കെ ഉണ്ടാകും? ശേഖരിക്കുക അല്ലേ, അതൊക്കെ സ്റ്റോർ ചെയ്യുക, ഒക്കെ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യണം?
സ്റ്റോർ ചെയ്യണം, പിന്നെ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്യാൻ ഇനം തിരിക്കാം, ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, പിന്നെ അതൊക്കെ അതിന് മുന്നേ ഇതൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് പിന്നെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുക, വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കണം. അങ്ങനെയാണ് ഫീൽഡിൽ നിന്ന് ഒരു പ്രോഡക്ട്സ് കൺസ്യൂമറിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളത് കാണുമ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഫ്രഷ് ആയ പ്രോഡക്ട്സ് കിട്ടുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഫീൽഡിൽ നമുക്കറിയാം എല്ലാ പ്രോഡക്ട്സും ഒരുപോലെയുള്ള വിളവായിരിക്കില്ല. നല്ല ഗുണമുള്ള അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം ഉണ്ടാവും, കുറച്ചും കൂടി എന്താ പറയുക ഭംഗിയില്ലാത്ത അല്ലെങ്കിൽ കുറച്ചും കൂടി ശുഷ്കിച്ച ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഇനന്തിരിക്കും അവർ എന്ത് ചെയ്യും, നല്ല ഏറ്റവും മുന്തിയ സാധനം അല്ലെങ്കിൽ കുറച്ചും കൂടി ഗ്രേഡ് കുറഞ്ഞത്, ഇതൊക്കെ തരം തിരിച്ചിട്ടൊക്കെ പാക്ക് ചെയ്യും. ഇതിൽ പാക്ക് ചെയ്തതിന് ശേഷം അവരിത് വണ്ടികളിലേക്ക് കയറ്റി അയച്ചിട്ട് അതുപോലെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഇവിടെ നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഈസ് എ പ്രോസസ് ദാറ്റ് ഇൻക്ലൂഡ് പ്രൊക്യൂറിംഗ്, സ്റ്റോറിംഗ്, പ്രോസസ്സിംഗ്, പാക്കേജിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എക്സെട്ര. ഇങ്ങനെയുള്ളതിനെയാണ് എന്തൊക്കെ പറയുന്നത്, അഗ്രികൾച്ചറൽ, കാർഷിക വിപണനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കാർഷിക വിപണനം എന്ന് പറഞ്ഞാൽ ശരിക്കും വിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ട്. ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട് അല്ലേ, ഒക്കെ ശേഖരിച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നു, അതൊക്കെ ഇനം തിരിക്കുന്നു അല്ലെ, ഗ്രേഡാക്കി തരംതിരിച്ചിട്ട് അതൊക്കെ എന്ത് ചെയ്യുന്നു, പാക്ക് ചെയ്തിട്ട് വണ്ടികൾ വഴി പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. അപ്പോൾ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഇത് നല്ലതാണ്. പക്ഷേ ഇൻ ഇന്ത്യ ആസ് വി നോ ദാറ്റ് എന്താണ്, കാർഷിക പ്രോഡക്ട്സിന് വില കുറവാണ് അല്ലേ. ഇത് അവരെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് മേജർ പ്രോബ്ലം അഗ്രികൾച്ചറിസ്റ്റ് ഫേസസ് ദ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആർ ലോ പ്രൈസ് ഫോർ, അവർക്കത് കുറഞ്ഞ വിലയാണ് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് അവർ ഫേസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം എന്താണ് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, അധിക കാലം ഇത് എടുത്ത് വെക്കാൻ പറ്റില്ല. അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എസ്പെഷ്യലി ഫുഡ് പ്രോഡക്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല അവർക്ക് അല്ലെ. കുറെ ദീർഘകാലത്തേക്ക് കോൾഡ് സ്റ്റോറേജോ അങ്ങനെയുള്ളതൊന്നും അവരുടെ കൈവശമില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റി എടുത്ത് വയ്ക്കാനുള്ള ഗോഡൗണുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, കിട്ടിയ വിലയ്ക്ക് അത് വിൽക്കുകയും അവർ നഷ്ടത്തിലാവുകയും ചെയ്യുന്നു. അപ്പം ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ടേക്ക് സോ മെനി മെഷേഴ്സ് ഫോർ to regulate this problem അല്ലെങ്കിൽ to improve agricultural marketing. Government takes so many measures. അപ്പോൾ the measures taken by government എന്താണ്, measures taken by ആരാണ്, ഗവൺമെന്റ് to improve എന്തിനാണ്, to improve എന്ത് ഇംപ്രൂവ് ചെയ്യാനാണ്, അഗ്രികൾച്ചറൽ മാർക്കറ്റ്, to improve agricultural മാർക്കറ്റിംഗ്. ഫസ്റ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്. റെഗുലേറ്റഡ് മാർക്കറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ കൂട്ടുക, പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ കൂട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പെടുക, നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്. കാർഷിക വിപണനത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അത് എത്തിക്കണമെങ്കിൽ വി നീഡ് ഹൈ ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്സ്, റെയിൽവേസ് അല്ലെ, warehouse, godown, cold storage. These are necessary. These are the infrastructural facilities provided by government. Government provide the infrastructural facilities ആണ് ഈ പറഞ്ഞ റോഡ്സ്, റെയിൽവേസ്, പിന്നെ കോൾഡ് സ്റ്റോറേജ് അല്ലേ. ഇതൊക്കെ ഗോഡൗണുകൾ ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഒരു പരിധിവരെ കാർഷിക വിപണനം മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. മൂന്നാമത്തേതാണ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, അതായത് സഹകരണ വിപണനം അല്ലെ. കോഓപ്പറേറ്റീവ്
മാർക്കറ്റിംഗ്. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദർ ഇസ് നോ ഇന്റർമീഡിയറീസ്. ഒരു പ്രോഡക്ട്സ് വിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇടനിലക്കാരില്ലാതെ നേരിട്ട് പ്രോഡക്ട്സ് വിൽക്കാൻ കഴിയും കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. സഹകരണ സംഘങ്ങൾ വഴി ഇടനിലക്കാരില്ലാതെ നേരിട്ടിട്ട് നമുക്ക്, അപ്പം ഇടനിലക്കാരുണ്ടാകുമ്പോൾ അവർ പിഴിയും അല്ലേ, അതൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് മാർക്കറ്റിലേക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു സംരംഭമാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം അമൂൽ അല്ലെ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ഇൻ ഗുജറാത്ത് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഇറ്റ്സ് എ സക്സസീവ് എക്സാമ്പിൾ ഫോർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. സഹകരണ വിപണനത്തിന് നല്ലൊരു എക്സാമ്പിളാണ് അമൂൽ എന്ന് പറയുന്ന ആ കമ്പനി അല്ലേ. അപ്പോൾ അതാണ് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് മാർക്കറ്റിലെ എക്സാമ്പിൾ. ദെൻ പ്രൊവൈഡിങ് സപ്പോർട്ട് പ്രൈസ്, അതായത് സപ്പോർട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ താങ്ങുവില. മാർക്കറ്റിൽ അഗ്രികൾച്ചർ പ്രോഡക്ട്സിൻ്റെ വില വല്ലാതെ താഴുമ്പോൾ ഗവൺമെൻറ് ഇടപെട്ടിട്ട് താങ്ങുവില സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചും കൂടി ഒരു ഉയർന്ന വില കർഷകർക്ക് കൊടുക്കണം. അപ്പോൾ അവരുടെ കാർഷികത്തിലെ വിപണനം മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൊവൈഡിങ് സപ്പോർട്ട് പ്രൈസ്. പ്രൊവൈഡിങ് സപ്പോർട്ട് പ്രൈസ്. ദെൻ നെക്സ്റ്റ് ആണ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊവൈഡിങ് ക്രെഡിറ്റ് അറ്റ് റെഡ്യൂസിങ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, കുറഞ്ഞ പലിശയ്ക്ക് വായ്പ അനുവദിക്കുക അല്ലേ. പ്രൊവൈഡിങ് ക്രെഡിറ്റ്. ദീസ് ആർ ദ മെഷേഴ്സ് ടേക്കൺ ബൈ ഗവൺമെന്റ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്. കാർഷിക വിപണനം മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് എടുത്ത മെഷേഴ്സുകളാണിത്. അപ്പൊ കാർഷിക വിപണനം എന്ന് പറഞ്ഞാൽ വെറുതെ വിൽക്കുക മാത്രമല്ല, അതിൽ സാധനങ്ങൾ ശേഖരിക്കുന്നത്, സ്റ്റോർ ചെയ്യുന്നത്, ഗ്രേഡ് ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത്, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ത് പറയുന്നത് കാർഷിക വിപണനം. ഇതിനു വേണ്ടി ഗവൺമെന്റ് ഒരുപാട് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ വിപണനം, കാർഷിക വിപണനം, അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.